നമ്മുടെ 3 പിള്ളേർക്ക് ഒരുപോലല്ലേ ജോലി പഠിപ്പിച്ചു കൊടുത്തത്. ഇവര് രണ്ടുപേരും എന്ത് കഷ്ടപ്പെട്ട് മോഷ്ടിച്ചിട്ട് കുടുംബം പുലർത്തുന്ന അറിയാമോ? നമ്മുടെ കുടുംബം വാൾ പോസ്റ്റ് അടിച്ച് ഒട്ടിച്ച് പ്രശസ്തി ആർജിച്ച ഒരു കുടുംബം പോലല്ലേ. ആ മൂന്നാമത്തവന്റെ പടം ഒരു ചരമക്കോളത്തിലെങ്കിലും വന്നിട്ടുണ്ടോടി? എടാ സ്പീഡ്, നിനക്ക് എന്താടാ കുറവ്? കാണാൻ ഋത്തിക് റോഷനെ പോലെ അല്ലേടാ. നീ തീർച്ചയായും കോടികൾ സമ്പാദിക്കൂടാ. ആരെയും പറ്റിക്കാൻ പറ്റുന്നില്ലല്ലോ. മോഷ്ടിച്ച സാധനം എടുത്തോണ്ട് പോയിട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിയണം. എപ്പോൾ നോക്കിയാലും കൈ മീശ വരുന്നെന്ന് പറഞ്ഞ എന്നെ വഴക്കുറയല്ലേ. ഇപ്പം കാണിച്ചു തരാം ഞാൻ. ഇന്നും കൈവീശി പോകേണ്ടി വരും. ഇന്ന് ബോംബ് പൊട്ടിത്തെറിക്കുമെന്ന് ജനങ്ങൾ ആരും പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. എല്ലാ സ്ഥലത്തും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ കർശനമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ബോംബ് പൊട്ടിത്തെറിക്കുമോ ഇല്ലയോ എന്ന ആശങ്കയിലാണ് ഏവരും കഴിഞ്ഞുകൂടുന്നത്. തങ്ങളുടെ രക്ഷകനായി വേലായുധൻ ആ ബോംബ് എടുത്ത് മാറ്റുവാൻ വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടിലെ ജനങ്ങൾ. ചേട്ടാ എന്റെ ബാഗ് ട്രെയിനിൽ വെച്ച് മറന്നുപോയി. എന്താ മോളെ? അമ്മ പെട്ടിയെല്ലാം എടുത്തോണ്ട് അവിടെ പോയിരിക്കേ. ഞാൻ പോയി ബാഗ് എടുത്തോണ്ട് വരാം. ചെല്ലടാ, കൂടെ പോ. അതെ വേഗം മഴയൊക്കെ അഴിക്കൂ. നമ്മൾ കൊടുത്ത ബിസ്ക്കറ്റ് നന്നായി ജോലി ചെയ്യുന്നുണ്ട്. ചേട്ടാ നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തുന്ന പോലെ തോന്നുന്നില്ലല്ലോ. മയക്കി കിടത്തിയ പോലെ ആണല്ലോ. ഞങ്ങൾ ആരാണെന്ന് അറിയാതെ ഞങ്ങളോട് കളിക്കല്ലേ. പോടാ. കണ്ടോ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. ആരടാ നീ? ആരടാ വലിയ ആളാ നീ? ആരാണെന്ന് കാണിച്ചാടാ, കാണിച്ചാടാ. ചേട്ടാ ഞാൻ ചുമ്മാ തന്നെ കാണിക്കുന്ന ആളാണ്. ചേട്ടനാണെങ്കിൽ കാണിക്കുന്നു പറയുന്നു. കാണിക്കടാ, അടിയടാ. ബിസ്ക്കറ്റ് ഈ പ്രായത്തില്? എന്താ പ്രശ്നം? സാറേ വാ. ഇവരെല്ലാവരും മയക്ക് ബിസ്ക്കറ്റ് കൊടുത്തവരാ. പോടാ, ഞാൻ നോക്കിക്കോളാം. ഇവരെ കൊണ്ടുപോകും. വളരെ നന്ദിയുണ്ട് അനിയ. ഇതൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതല്ലേ. നമ്മുടെ ഭാഗ്യം. എടാ അയ്യോ കണ്ടല്ലോ. അനിയ, ഇത്രയും ഒരു നല്ല കാര്യം ചെയ്തിട്ട് പേര് പോലും പറയാതെ പോവാണോ? നിങ്ങളുടെ പേരെന്താ? വേലായുധൻ. മനുഷ്യന്റെ വേലായുധം പോന്നു. പിടിക്കാവനെ. എങ്ങനെങ്കിലും ഒന്ന് പ്രമോഷൻ വാങ്ങണമെന്ന് വിചാരിച്ച് ഇവനെ എന്നെ കിടപ്പിലാക്കുമെന്നാ തോന്നുന്നത്. ഇതിലേക്കൂടെ നീ അങ്ങനെ ബൈക്കും കൊണ്ട് വരുന്ന എനിക്കൊന്ന് കാണണം. പറഞ്ഞതുപോലെ വേലായുധൻ നമ്മളെല്ലാവരെയും രക്ഷിച്ചു. ഒരു മുറുക്ക് പാക്കറ്റിനാണല്ലോ ഒളിമ്പിക്സിൽ ഓടുന്ന പോലെ ഞാൻ ഓടി വന്നത്. അലിബാബാനെ പോലും ഞാനാ മോഷ്ടിക്കാൻ പഠിപ്പിച്ചത്. പിന്നെയാണ് ഇവൻ എന്നോട് കളിക്കുന്നത്. അവിടെ നിന്റെ പഴയ സഞ്ചി എന്റെ കയ്യിലുണ്ട്. ഇങ്ങോട്ട് വാ. എവിടെ ഓടിപ്പോയോ അവൻ? പിന്നെ നിനക്ക് വേണ്ടി അവൻ ഇവിടെ കാത്തിരിക്കുന്നു വിചാരിച്ചോ? അവൻ എപ്പോഴേ പോയി. പിടിച്ചോ. വളരെ സന്തോഷം സഞ്ചി കള്ളൻ്റെ വാങ്ങി തന്നതിന്. ഒരു മുറുക്ക് പാക്കറ്റിനാണോ നീ അവനെ ഇത്ര ഓടിച്ചത്? ഒരു ജിലേബിയും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നീ എന്താ അവനെ ഹെലികോപ്റ്ററിൽ പോയി ചേസ് ചെയ്ത് പിടിക്കുമായിരുന്നോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതുവരെ മുറുക്ക് സഞ്ചിയൊന്നും അല്ല. ഇതിന്റെ അകത്ത് 15 ലക്ഷം രൂപയുണ്ട്. 15 ലക്ഷോ? എന്താ നീ പറയുന്നത്? എന്റെ അനീത്തിയുടെ കല്യാണത്തിന് 15 ലക്ഷം രൂപ ഞാൻ ചിട്ടിക്കമ്പനിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ രസീത് ഈ സഞ്ചിക്കകത്താ ഉണ്ടായിരുന്നത്. ആ പണം എങ്ങനെയെങ്കിലും എടുക്കണം. അതിനെ ഇങ്ങോട്ട് വന്നത്. ഇവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ആ കാശെല്ലാം അടിച്ചു മാറ്റണം. ഞാൻ പോവാണേ. അല്ല, നിങ്ങളിങ്ങനെ പോയാ ഞാൻ എവിടെ വന്ന് അന്വേഷിക്കും? എന്തിന്? അതിനല്ല, നാളെ നീ 15 ലക്ഷം രൂപ എടുക്കാൻ പോവല്ലേ? തിരുവനന്തപുരം നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. എവിടെ നോക്കിയാലും കള്ളന്മാര് തന്നെയാ. അതിനെന്താ നീ എന്നെ നോക്കുന്നത്? നീ അങ്ങോട്ടൊന്ന് നോക്ക്. അങ്ങോട്ട്. സാരയില്ല, ഞാൻ കുടുംബത്തോടെ വന്നിരിക്കുന്നേ. നാളെ പണമെടുത്ത കാര്യം കഴിഞ്ഞു. ഞങ്ങൾ പോകും. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇന്ന് എന്റെ കൂടെ സേഫ് ആയിട്ട് താമസിച്ചിട്ട് നാളെ കാശ് എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാമല്ലോ. സാറേ, അത് പോകണമെങ്കിൽ പൊയ്ക്കോ. നിന്റെ സഞ്ചി സുരക്ഷിതമായി തന്നിട്ടും എന്റെ മേൽ വിശ്വാസമില്ലല്ലേ? നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? അപ്പൊ എന്നെ വിശ്വാസമില്ലല്ലേ? എന്റെ ശവത്തെ ചവിട്ടി പോ. ശരി, നിങ്ങളുടെ കൂടെ താമസിക്കാം. സത്യമാണോ?
എന്താ ബോംബോ സ്റ്റേഷനിൽ? അയ്യോ, ബോംബ് പൊട്ടിയെന്നോ? മരിച്ചത് എത്ര പേരാ? നല്ല കാര്യം, ആരും മരിച്ചില്ല. വേലായുധൻ എല്ലാവരും രക്ഷിച്ചു. അവനില്ലായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മുടെ മന്ത്രിസഭ എപ്പ താഴെ വീണായിരുന്നെന്ന് ചോദിച്ചാ മതി. അറിയാമോ? വേലായുധത്തിന് പിടിച്ചോ? അവനെ വെറുതെ വിട്. അതിനെക്കാട്ടിലും പ്രധാന കാര്യം ആ ബോംബ് വെച്ചവരെ ആദ്യം പിടിക്കാൻ നോക്ക്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. അങ്ങനെ ആവട്ടെ. ഈ അടുത്ത് നടന്ന ബോംബ് സ്ഫോടനത്തിൽ എല്ലാ പാവപ്പെട്ട ജനങ്ങളെയും രക്ഷപ്പെടുത്തി വേലായുധൻ ഒന്നും കൂടി ജനഹൃദയങ്ങളിലേക്ക് പ്രിയമേറിയിരിക്കുകയാണ്. തീവ്രവാദികൾ വെച്ച് ഇനിയൊരു ബോംബും കണ്ടെടുത്ത് പാവപ്പെട്ട എല്ലാ ജനങ്ങളെയും വേലായുധൻ ഒന്നും കൂടി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളെ എല്ലാവരും രക്ഷപ്പെടുത്താൻ ആ ബോംബുള്ള ബൈക്ക് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഞങ്ങളെ എല്ലാവരും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് വേലായുധൻ. ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ മോഹൻ എനിക്ക് കാണാനായില്ല. അവന് ദൈവം കാത്തിരക്ഷിക്കട്ടെ. ഞാനാണ്. എന്റെ മുന്നിൽ കൂടെ ബൈക്കിൽ പോയത്. എവിടെ എന്ത് നടന്നാലും ആ നിമിഷം തന്നെ ഭയമില്ലാതെ ഓടിയെത്തുന്ന വേലായുധനാണ്. ഇതിനുശേഷം വേലായുധനെ അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് പറയാം. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ കേരളത്തെ രക്ഷിക്കുവാൻ ജനിച്ചവനാണ് നമ്മുടെ ഈ വേലായുധം. ഒരു സൂപ്പർ ഹീറോയും കൂടിയാണ്. സ്വത്ത് വീതം വെക്കുന്ന കാര്യത്തിൽ മുത്തശ്ശൻ ചെറുതായിട്ടൊന്ന് ഇടഞ്ഞു നിൽക്കുക. എന്തായാലും നിങ്ങളിപ്പോ ഇവിടെ താമസിച്ചോ, ഒരു പ്രശ്നം വരില്ല. വെട്ടിയുടെ ചക്കനെ പോലെ വീഴുന്നത് അല്ല. ചേട്ടാ, എത്രയായി? മനസ്സിലാവുന്നില്ല. എന്റെ വീട്ടിൽ താമസിക്കാൻ വന്നിട്ട് നീ ചെലവ് ചെയ്യുന്നോ? ഇതിനേക്കാളും ഭേദം നീ എന്നെ ചെരുപ്പൂര് അടിക്കാമായിരുന്നു, വെറുതെ കളിയാക്കാൻ വേണ്ടി. അല്ല, എന്തിനാ ഈ ചെറിയ കാര്യത്തിന് പോയി ഇത്രയും ഡയലോഗ് അടിക്കുന്നേ? ഇയാൾ തന്നെ കൊടുക്ക്. ദാ നോക്ക്, ഇത് നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനുള്ളതാ. കേറി വാ. എന്റെ മുത്തശ്ശന്റെ വീടാ, കേറി വാ. നമുക്ക് രണ്ടുപേർ കൂടി ആ മുറി എടുത്താലോ? ഒരെണ്ണം തന്നോണ്ടല്ലോ, പൊടി. അവിടെ പോയാ ബാക്കി പറ്റില്ല. ഇനി ഒരു സെക്കൻഡ് പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കഴിയാൻ പറ്റില്ല. എന്നെ കൊണ്ട് താമസിക്കില്ല. മനുഷ്യർ താമസിക്കുന്ന വീടാണോ ഇത്? പിന്നെന്താ, ഇത് കാടാന്ന് വിചാരിച്ചോ? ജനലും വാതിലൊക്കെ ഉണ്ടല്ലോ. അത് മതിയോ? ഒരു നേരം പോക്കിനൊന്നും വേണ്ട ഇവിടെ. എന്തിനാടാ നേരം പോക്ക്? പുറപ്പെടാ, സാധനങ്ങളൊക്കെ എന്താ ഇത്? നീ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് കേസ് പറയും. നിനക്ക് എന്തിനാ ഈ കഷ്ടപ്പാട്? ഞങ്ങൾ വേറെ വീട് നോക്കാം. എന്റെ ശവത്തെ ചവിട്ടിട്ട് പോയാ മതി. എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? റെയിൽവേ ട്രാക്കിൽ ചാകാൻ കിടക്കുന്ന പോലെ കിടക്കുന്നത്. പിന്നെ എന്താ, എന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുക പറഞ്ഞാൽ എന്റെ ബ്ലഡ് പ്രഷർ കൂടില്ലേ? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സേട്ടിനെയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം തന്നെ ഞാൻ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തു. എന്നാലും എന്താ നിങ്ങൾ കാശ് എന്നൊക്കെ പറഞ്ഞത്? കാശ് ഇന്ന് വരും, നാളെ പോകും. അല്ല, നാളെയല്ലേ ചിറ്റ് ഫണ്ടിൽ നിന്ന് കാശ് വരുന്നത്? അതെ. ശരി. ഓക്കെ, നിങ്ങൾ പോയി വേഗം റെസ്റ്റ് ചെയ്യും. പോ, ഒന്ന് വേഗം പോ. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേഗം പറ. ആനക്കുട്ടീനെ പോലെ ഇരുന്ന പേഴ്സ് ഇപ്പൊ എലിക്കുട്ടീനെ പോലെ ആക്കി തന്നു അമ്മ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്റെ ഏട്ടനാണ് എന്നെ നോക്കുന്നത് കൂടെ ഇല്ല. അദ്ദേഹം എന്റെ പുറകെ ഇങ്ങനെ ചുറ്റി നടക്കണം. അതിനൊരു ഐഡിയ പറഞ്ഞു തരുമോ പ്ലീസ്? നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നോ? നിനക്കെന്താ കുറവ്? വെണ്ണ ചെയ്തിരിക്കുന്ന പോലെ നല്ല തുടുത്തല്ലേ ഇരിക്കുന്നത്. अस्सलामुअलैकुम भाई साहब. സാറിന്റെ പാർട്ട്ണർ വരുന്നുണ്ട്. എന്റെ പാർട്ട്ണർ ഈ വിവരം ഒരു കാരണവശാലും അറിയരുത്. പെട്ടെന്ന് എടുത്ത് മാറ്റടാ. വേഗമാവട്ടെ, അവരിലെത്തി. ഒന്ന് നോക്ക്. കള്ളനോട്ടാണെന്ന് തോന്നില്ല. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എന്റെ അധികാരം ഉപയോഗിച്ചാ ഞാൻ ഇവിടെ എത്തിച്ചത്. ഇനി നിങ്ങളുടെ ബിസിനസ്സിലൂടെ ഇതിനെ ഡബിൾ ആക്കാൻ നോക്ക്. ശ്രീകൃഷ്ണൻ പോലും ഈ മരുന്ന് കഴിച്ചിട്ടാണ് ഭാര്യമാരെ വളച്ചത്. അതുകൊണ്ട് നിനക്ക് വിജയം നിശ്ചയം. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? വേഗം ആരെങ്കിലും മരുന്നുണ്ടെന്ന് പോയി നോക്ക്. ഗ്യാപ്പ് കിട്ടിയ ഇപ്പൊ കുടിക്കും. വേഗം പോ. ദേഷ്യപ്പെടണ്ട മോനെ. ഇന്നാ ഇത് എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോയിട്ട് വേലായുധനെ കുടിപ്പിക്ക്. ബാക്കിയെല്ലാം പ്ലാൻ പോലെ നടക്കും. ഇനി മുതൽ അച്ഛാ, ഇപ്പോഴെന്താ ക്രിക്കറ്റ് കളിക്കാൻ പോവാണോ? മാനമുള്ള ഒരു അച്ഛനായിരുന്നെങ്കിൽ ഞാൻ പാലിൽ പൊടി കലക്കുമ്പോൾ നിങ്ങൾ ഹോളിൽ തൂങ്ങിയേനെ. അല്ല, ഞാൻ ഇങ്ങനെ അപമാനിക്കുമ്പോ എന്തിനാ അവാർഡ് കിട്ടിയ പോലെ ചിരിക്കുന്നത്? ഒരു പാക്കറ്റ് കൂടെ കിട്ടുമോ? എന്തിനാ? വേഗം എഴുന്നേറ്റ് പോവാൻ നോക്ക്. ഓരോ ആഗ്രഹങ്ങള്.